നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ഈ വർഷം കേരളത്തിൽ നിന്ന് 2 പുതിയ വിമാന കമ്പനികൾ ആരംഭിക്കുന്നു. കേരള സർക്കാരിൻ്റെ പിന്തുണയോടെ എയർ കേരളയും അൽഹിന്ദ് ഗ്രൂപ്പിൻ്റെ അൽഹിന്ദ് എയറും. മലയാളി പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ളവർക്ക് സേവനം നൽകുക എന്നതാണ് ലക്ഷ്യം. കുറഞ്ഞ ടിക്കറ്റ് നിരക്കുകളാണ് ഇരു വിമാന കമ്പനികളും വാഗ്ദാനം ചെയ്യുന്നത്. ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം അൽഹിന്ദ് എയർ ഡയറക്ടർ നൂറുദ്ദീൻ എ അഹമ്മദ്, മലബാർ ഡെവലപ്മെൻറ്റ് ഫോറം ചെയർമാൻ KM ബഷീർ, ദുബൈയിൽ പത്രപ്രവർത്തനായ MCA നാസർ എന്നിവർ. ആദ്യം ശ്രീ നൂറുദ്ദീൻ എ അഹമ്മദ്, അൽഹിന്ദ് എയർവേയ്സ് എന്ന് പ്രവർത്തനം ആരംഭിക്കും? നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. പ്രത്യേകിച്ച് എൻ്റെ കൂടെ പാനലിലുള്ള 2 പേരും എൻ്റെ സുഹൃത്തുക്കൾ എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു. ഈ സമയം മാത്രമാണ് നമുക്ക് വലിയൊരു അസൗകര്യം. കാരണം ഈ വ്രതം അനുഷ്ഠിക്കുന്ന സമയമായതുകൊണ്ട് അതിൻ്റെ ആ ബ്രേക്കിംഗ് ടൈമിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. അതുകൊണ്ട് ഉണ്ടായ ചില അസൗകര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും, പറഞ്ഞോളൂ. താങ്കളുടെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? എന്ന് എയർലൈൻസ് പ്രവർത്തനം ആരംഭിക്കും? അൽഹിന്ദ് എയർ ഞങ്ങള് ഈ 2025 ഒടുവിലോടുകൂടെ ആണ് പ്രവർത്തനം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ 2025 മധ്യത്തോടു കൂടി ആരംഭിക്കണം എന്നുള്ള രൂപത്തിലാണ് പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു വിമാന കമ്പനി ആരംഭിക്കാൻ, അത് പ്രൊഫഷണലായിട്ട് റൺ ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്ത് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നാൽ തന്നെയും നാം കാണാത്ത ഒരുപാട് കടമ്പകൾ അത് കടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രാവും പകലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അൽഹിന്ദ് എയറിന്റെ അണിയറ പ്രവർത്തകർ എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങൾ ഓരോന്നോരോന്ന് ശരിയായി വരാൻ, പ്രത്യേകിച്ച് സിവിൽ ഏവിയേഷന്റെ ഭാഗത്തുനിന്ന്, DGCയുടെ ഭാഗത്തു നിന്നുള്ള അതുപോലെ തന്നെ വിമാനങ്ങളുടെ ലഭ്യത, മറ്റ് പല കാര്യങ്ങൾ. നമ്മുടെ കയ്യിൽ ഫൈനാൻസ് ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ വളരെ പ്രൊഫഷണലായ സെറ്റപ്പ് ഉണ്ട്. പക്ഷേ പല മാർഗതടസ്സങ്ങളും ചെറുതായി ഓരോന്നോരോന്ന് നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വളരെ ശുഭ പ്രതീക്ഷയോടുകൂടി പറയുകയാണ്, ഈ വർഷം ഞങ്ങൾക്കിത് ആരംഭിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ശരി, പ്രാരംഭ റൂട്ടുകൾ ഏതെല്ലാമാണ്? നമുക്ക് അറിയാം, ആദ്യം നമ്മൾക്ക് ലഭിക്കുന്നത് കമ്പ്യൂട്ടർ എയർലൈനിലുള്ള ലൈസൻസ് ആയിരിക്കും. ഷെഡ്യൂൾ എയർലൈനിലുള്ള ലൈസൻസ് നമുക്ക് പിന്നീടേ കിട്ടുള്ളൂ. കമ്മ്യൂട്ട് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഡിസ്റ്റൻസിലേക്കുള്ള വിമാനം ഫ്ലൈ ചെയ്യാനുള്ള ATR എയർക്രാഫ്റ്റ്, അതുപോലെയുള്ള എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊച്ചി ആസ്ഥാനമായി കൊച്ചി ട്രിവാൻഡ്രം, കൊച്ചി മദ്രാസ്, കൊച്ചി മൈസൂർ, കൊച്ചി കാലിക്കറ്റ്, കൊച്ചി കണ്ണൂർ, കൊച്ചി കോയമ്പത്തൂർ, കൊച്ചി ട്രിച്ചി, കൊച്ചി വൈശാഖ്, ഇങ്ങനെയുള്ള അഗത്തി, ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കാം നമ്മളുടെ ആദ്യത്തെ വിമാന യാത്രകൾ ഉണ്ടാകുന്നത്. തുടങ്ങാനുള്ള പദ്ധതികളായോ? ഇതിലേറ്റവും വലിയ ഒരു കടമ്പയായിരുന്നു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ
നമ്മെ ഔദ്യോഗികമായി അംഗീകരിക്കണം. അൽഹിന്ദ് എന്ന പ്രസ്ഥാനത്തിന് ഇതുപോലെയുള്ള ഒരു എയർലൈൻ നടത്തിക്കൊണ്ടുപോകാനുള്ള കഴിവും പ്രാപ്തിയും ശേമുഷ്യം ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ ദീർഘനാളത്തെ പഠനങ്ങൾക്കും നമ്മളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്കും ശേഷം നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ലഭ്യമായത്. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റിലേക്കാണ് പോകേണ്ടത്. അതിൻ്റെ മാർഗമധ്യയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ശരി, പുതിയൊരു എയർലൈൻ വരുമ്പോൾ താങ്കൾക്കറിയാവുന്നതുപോലെ പ്രവാസി മലയാളികളുടെ ഉള്ളിലുള്ള ആദ്യത്തെ ചോദ്യം ടിക്കറ്റ് നിരക്കുകൾ താരതമ്യേന കുറവായിരിക്കുമോ എന്നതാണ്. അങ്ങനെ ഒരു ചിന്തയുണ്ടോ? ഗൾഫിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ താരതമ്യേന കുറവായിരിക്കുമോ? ഈ പ്രവാസി മലയാളികൾക്ക് എന്നും ഏറ്റവും പ്രതീക്ഷ നൽകിയ ഒരുപാട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പോലും കഴിയാത്ത സർവീസ് നൽകാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താവ് എന്നുള്ള നിലക്ക് കോവിഡ് കാലഘട്ടത്തെയാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. നമുക്കതിന് ധാരാളമായിട്ടുള്ള സാധ്യതകളുണ്ട്. അതിന് മുമ്പേ ഒരു വിമാന കമ്പനി ഇൻ്റർനാഷണൽ ആകണമെങ്കിൽ ഇപ്പോഴുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ നിയമപ്രകാരം നേരത്തെ 5 വർഷത്തെ പ്രവർത്തന പരിശീലന സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമായിരുന്നു. ഇപ്പോൾ അത് നമ്മളുടെ കയ്യിൽ ഏതൊരു എയർലൈൻ കമ്പനിയാണോ 20 എയർക്രാഫ്റ്റ് അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് മറ്റ് തടസ്സങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഷെഡ്യൂൾ ലൈസൻസ്, അതായത് ഇന്റർനാഷണലിലേക്കൊക്കെ പോകാനുള്ള ലൈസൻസ് കൊടുക്കും. ഇപ്പോൾ ഞങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന 3 ATR എയർക്രാഫ്റ്റുകൾക്ക് പുറമെ ബോയിങ് വിമാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 20 വിമാനങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടാകുമ്പോൾ മാത്രമേ ഗൾഫ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് നമുക്ക് ഫ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിന് നമ്മൾക്ക് അതിൻ്റെതായ കുറച്ച് സമയം ഉണ്ടാകും. തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് സേഫ്റ്റി, അതുപോലെ തന്നെ ഏതൊരു സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ രൂപത്തിലുള്ള അതിൻ്റെ വില നിശ്ചയിക്കുന്നത്, അതുപോലെ തന്നെ തീർച്ചയായും ഒരു എയർലൈൻ ഇത് രണ്ടിനും പുറമെ ഏറ്റവും ആവശ്യം കൃത്യനിഷ്ഠയാണ്. കൃത്യസമയത്ത് വിമാനം പറക്കുക, വിമാനം ലാൻഡ് ചെയ്യുക, വിമാനം ടേക്ക് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു വിമാന കമ്പനിയും ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. മൂന്നാമതുമായിട്ടാണ് അവർക്ക് അതിൻ്റെ സാമ്പത്തികവും മറ്റു കാര്യങ്ങളും വരുന്നുള്ളൂ. അപ്പോൾ ആ കൃത്യനിഷ്ഠയോടുകൂടി വിമാന സർവീസ് ആരംഭിക്കുക, സമയം ഏറ്റവും നല്ല സർവീസ് നൽകുക, ഏറ്റവും താങ്ങാൻ കഴിയുന്ന രൂപത്തിലുള്ള വില നിശ്ചയിക്കുക, ടിക്കറ്റ് നിരക്കുകൾ നിശ്ചയിക്കുക. ഇതാണ് ഞങ്ങളുടെ അടിസ്ഥാന തത്വം. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ MCA നാസർ, ഗൾഫ് മേഖലയിലെ മലയാളി പ്രവാസികൾക്ക് പുതിയതായി തുടങ്ങുന്ന എയർലൈനുകൾ എങ്ങനെ പ്രയോജനപ്രദമാകും? തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഗൾഫ് മലയാളി സമൂഹം ഇതിനെ നോക്കിക്കാണുന്നത്. കാരണം വലിയ പ്രതീക്ഷകൾ നേരത്തെ നൽകിക്കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എയർ കേരള പ്രഖ്യാപിച്ചത്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ആ പദ്ധതികളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ സ്വതന്ത്രരായിട്ടുള്ള നിക്ഷേപകരും കൂടി മുന്നിട്ടിറങ്ങി എയർ കേരള ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ അൽഹിന്ദ് പ്രോജക്റ്റ് ഇപ്പോൾ കൂടിയായിട്ടുള്ള നൂറുദ്ദീൻ സാഹിബ് വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പൊ ഇതൊക്കെയും വരുന്നത് കുറെ മുമ്പ് തന്നെ ഈ സ്വകാര്യ മേഖലയ്ക്ക് കൂടി അവസരം കൊടുത്തുകൊണ്ട് ഒരു മത്സരക്ഷമതയിലേക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നു. പക്ഷെ പലതുകൊണ്ടും നമ്മുടെ സിവിൽ ഏവിയേഷൻ നേരത്തെ മുതൽ തന്നെ ഇപ്പോഴൊക്കെ തുടരുന്ന ഒരു നയം എന്നത് പുറമേക്ക് ഓപ്പൺ സ്കൈ പോളിസി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വളരെ കേന്ദ്രീകൃതമായിട്ടുള്ള തങ്ങളുടെ മാത്രം താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് കേന്ദ്ര സിവിൽ ഏവിയേഷന്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പൺ സ്കൈ പോളിസിയുടെ ഒരു ആനുകൂല്യം പോലും ലഭ്യമല്ലാതെ പോയിരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ പ്രവാസി സമൂഹം. പല നിലക്കും അർഹതപ്പെട്ട സ്വാഭാവികമായിട്ട്, കാരണം ഇപ്പോൾ വിദേശ വിമാന കമ്പനികളൊക്കെയും ഈ ഇന്ത്യയിലെ ഏത് റൂട്ടിലേക്ക് വേണമെങ്കിലും എത്ര സർവീസ് നടത്താനും സന്നദ്ധമായിക്കൊണ്ട് ഗവൺമെന്റിനെ സമീപിച്ചതാണ്. ഖത്തർ എയർവേസും എമിറേറ്റ്സും അതോടൊപ്പം തന്നെ എത്തിഹാദും എയർ അറേബ്യയും ഒക്കെയുണ്ട്. പക്ഷെ അവർക്കൊക്കെയും ആനുപാതികമായിട്ടുള്ള ഒരു സീറ്റ് എന്നതിലപ്പുറം ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പുതിയ അനുമതി നൽകാനുള്ള ഒരു നീക്കവും നമ്മുടെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടായിട്ടില്ല. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതുകൊണ്ടാണ് ഈ സീസൺ കൊള്ള എന്ന പേര് നടക്കുന്ന പരസ്യമായിട്ട് ഒരു പ്രവാസി സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു നിലപാട് എന്ന നിലയ്ക്ക് ആ സീസൺ കൊള്ള തുടരുന്നത്. ഇപ്പൊ ഈ മാസം കഴിയുമ്പോൾ ഗൾഫിൽ വിദ്യാലയങ്ങൾ അടയ്ക്കുകയാണ്. ആ സമയത്താണ് 8-10 ഇരട്ടി
ടിക്കറ്റ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. ആ സമയത്തുള്ള 2 മാസത്തെ ടിക്കറ്റ് നിരക്കിന്റെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് വളരെ ആപൽക്കരമായിട്ടുള്ള, വളരെ ഇൻഹ്യൂമൻ ആയിട്ടുള്ള, മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഈ മനുഷ്യർ പിന്നെ ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ ലഭ്യമല്ലാത്തത് കൊണ്ടാണ് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി മറ്റപ്പെട്ട ഒരു ജീവിതം തേടി വന്നിരിക്കുന്നത്. അവർക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ താങ്ങാവുന്നതിന് പകരം അവരെ ഏതൊക്കെ അർത്ഥത്തിൽ ചൂഷണം ചെയ്യാൻ സാധിക്കുമോ, അവർക്ക് ഊറ്റിയെടുക്കാൻ സാധിക്കുമോ എന്ന് ആരായുന്ന ഒരു സമീപനമാണ് ഭരണവർഗത്തെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളായി തന്നെ തുടരുന്നത്. ഇപ്പോൾ പോലും അതിലൊരു മാറ്റം വന്നിട്ടില്ല. എന്തായാലും ഈ പുതിയ സ്വകാര്യ വിമാന കമ്പനികൾ വരുന്നത് താൽക്കാലികമായിട്ടുള്ള, നേരത്തെ നൂറുദ്ദീനൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ സാങ്കേതികമായ ഒരു അവര് ഇപ്പോഴും അഭിമുഖീകരിക്കുന്നുണ്ട്. കാരണം തദ്ദേശീയമായിട്ട് സർവീസ് നടത്തണം, തെളിയിക്കണം, എന്നിട്ട് മാത്രം വിദേശത്തേക്ക് അനുമതി നൽകും. അതുപോലും ഗവൺമെന്റിന്റെ വിവേചന അധികാരത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും ഈ എയർലൈൻ ലോബി എന്നത് വളരെ ശക്തമായിട്ടുള്ള, വളരെ നിക്ഷിപ്തമായിട്ടുള്ള താല്പര്യങ്ങളുള്ള ഒരു വലിയ സംഘടിതമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അതിനെ മറികടന്ന് നിരക്ക് കുറഞ്ഞ ഒരു സർവീസ് ഏർപ്പെടുത്തുക എന്നതൊക്കെ അൽഹിന്ദ് പോലുള്ള സംരംഭങ്ങളും അതോടൊപ്പം തന്നെ എയർ കേരളയും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും പ്രയോഗ തലത്തിൽ ഇത് വിജയിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സിവിൽ ഏവിയേഷന്റെ ഭാഗത്തുനിന്ന് കുറെ കൂടി ഉദാരപൂർണമായിട്ടുള്ള സമീപനം ഉണ്ടാകേണ്ടതുണ്ട്. അത് എത്ര ഉണ്ടാകും എന്നതിനെ മാത്രം ആശ്രയിച്ചു നിൽക്കുകയാണ് ഈ സ്വകാര്യ വിമാന കമ്പനികളുടെ ഭാവി എന്നാണ് ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ KM ബഷീർ, പുതിയ 2 എയർലൈനുകൾ കൂടി വരുന്നു. ഒരു എയർലൈൻ എന്ന് പറയുന്ന നമുക്കറിയാവുന്നത് പോലെ ഇതൊരു വയബിൾ ആയ പ്രോജക്റ്റ് ആണോ? ഇന്ത്യയിൽ ഏതാണ്ട് 150ഓളം ഡസൻ കണക്കിന് വിമാന കമ്പനികൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിമാന കമ്പനികൾ അടച്ചുപൂട്ടിയ ഒരു രാജ്യം എന്ന് നോക്കിയാൽ അത് ഇന്ത്യ തന്നെയായിരിക്കും ഏറ്റവും മുന്നിൽ. ഏതായാലും ഈ വിമാന കമ്പനിക്ക് എയർ കേരളയും അൽഹിന്ദ് എയറും തമ്മിൽ ആശയവുമായി മുന്നോട്ട് വന്ന അവർക്ക് ആദ്യമായി ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. വളരെ തന്റെടത്തോടുകൂടി, ധൈര്യത്തോടു കൂടിയാണ് എന്റെ സുഹൃത്ത് നൂറുദ്ദീനും അതുപോലെ എയർ കേരളയുടെ വക്താക്കളൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷെ അതിന്റെ പിന്നിലുള്ള കടമ്പകൾ വളരെ ഭാരിച്ചതാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വളരെ അപാരമായ ഒരുപാട് ഘട്ടങ്ങൾ കടന്നു പോയാൽ മാത്രമേ ഇവർക്ക് സാധ്യതയുള്ളൂ. അതും ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തി അതിനായി നീക്കിവെച്ച് വേണം എയർലൈൻ കമ്പനി എന്ന ഒരു പോരാട്ടത്തിലേക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ കൂട്ടിപ്പോയ കമ്പനികളിൽ എനിക്ക് ഓർമ്മയുള്ളത് NEPC, അതുപോലെ സഹാറ, ജെറ്റ് എയർവേസ്, ഡെക്കാൻ, രാജ് എയർലൈൻസ് തുടങ്ങി അങ്ങനെ ഒരുപാട് കമ്പനി, അതെല്ലാം വലിയ വലിയ കുത്തക മുതലാളിമാരുടെ സാധ്യതയുള്ള കമ്പനികളായിരുന്നു. ശരിക്കും മാർക്കറ്റിൽ, വിപണിയിൽ അതിജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ആ കമ്പനികളെല്ലാം കൂട്ടിപ്പോയത്. വിമാന കമ്പനി തുടങ്ങുന്നതിന് മുന്നോടിയായി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ, അതായത് റെഗുലേറ്ററി അതോറിറ്റി വളരെ ശക്തമാണ്. DGCA, അയാട്ട, അക്കാവോ എന്നീ ഏജൻസികളുടെ വളരെ കർശനമായ നിബന്ധനകൾ അനുസരിച്ചായിരിക്കണം വിമാന കമ്പനികൾ തുടങ്ങേണ്ടത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എയർ കേരള ഗവൺമെന്റിന് ഒരു പങ്കാളിത്തമില്ലാതെ ഏതാനും പ്രവാസികൾ, ഷാർജയിലും ദുബായിലുള്ള പ്രവാസികൾ കൂടിയാലോചിച്ച് ഒരു ഡൊമൈൻ ബുക്ക് ചെയ്ത് വെബ്സൈറ്റ് എല്ലാം ഉണ്ടാക്കി രംഗത്ത് വന്ന ഒരു പ്രവാസികളുടെ ഒരു ഗ്രൂപ്പാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും അവരുടെ ആർജവത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എയർലൈൻ ഹൈ റിസ്ക് ഫീൽഡാണ്. എല്ലാ റെഗുലേറ്ററി ഏജൻസികളുടെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് ഇന്ന് ടാറ്റയ്ക്ക് പോലും, ടാറ്റ ആരാണ്? ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായികളുടെ ഒരാളാണ് ടാറ്റ പോലും നഷ്ടത്തിലാണ്. ഓടുന്നത്. ഇന്ത്യയിൽ ഏതെല്ലാം വിമാന കമ്പനികളാണ് ലാഭത്തിൽ ഓടുന്നത്? ഇൻഡിഗോ വളരെ നല്ല സർവീസുകളും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ടിക്കറ്റ് നിരക്കും എല്ലാം വെച്ചിട്ട് പോലും അവർക്ക് പോലും ലാഭത്തിൽ പോകാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ തീർച്ചയായും പുതിയ വിമാന കമ്പനികളുടെ വരവ് നമുക്ക് ആശ പകരുന്നെങ്കിലും ഒരുപാട് ചിന്തിക്കാനുണ്ട്. ശരി, ഇവരെല്ലാം തന്നെ വിമാനം വാടകയ്ക്ക് എടുത്തിട്ടായിരിക്കും സർവീസ് നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ടൈപ്പ് ഓഫ് റെന്റിംഗ് സംവിധാനമാണ് ഇന്ന് ലോകത്ത്. ഒന്ന് ഡ്രൈ ലീസും, മറ്റേത് വെറ്റ് ലീസും. ഡ്രൈ ലീസ് എന്ന് പറഞ്ഞാൽ വിമാനങ്ങൾ മാത്രം വാടകയ്ക്ക് എടുക്കുന്ന സംവിധാനം. വെറ്റ് ലീസ് എന്ന് പറയുമ്പോൾ പൈലറ്റ് അടക്കം മിക്കവാറും നമ്മുടെ കേരളത്തിലൊക്കെ ആരംഭിക്കുന്ന വിമാന കമ്പനികൾ ആരംഭിക്കുന്നവർക്ക് വെറ്റ് ലീസിനെ ആശ്രയിക്കാനേ പറ്റൂ. അവർ വാടകയ്ക്ക് എടുക്കുന്ന വിമാനങ്ങൾ അതിനിണങ്ങിച്ചേർന്ന പൈലറ്റ് അടക്കം
വാടകയ്ക്ക് എടുക്കുക. അത് ഒന്നുകൂടി എക്സ്പെൻസീവ് ആവും. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ധന ചെലവ്, ഒരു വിമാനത്തിന്റെ ചിലവിൽ 70% ഇന്ധനത്തിനാണ് പോകുന്നത്. 1-2 വിമാനം വാടകയ്ക്ക് എടുത്ത് മെയിൻ്റനൻസ് നടത്തി തട്ടിക്കൂട്ടി പോകാന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുക അതീവ പ്രതിസന്ധി നിറഞ്ഞ ദിനങ്ങളായിരിക്കും. കാരണം 3-4 വിമാനങ്ങളുമായി സർവീസ് നടത്തുന്ന കമ്പനികൾ ഒരു വിമാനത്തിന് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം, ഞാൻ നിരാശപ്പെടുത്തൽ. ഇതുപോലെ 10,000 രൂപയ്ക്ക് കപ്പൽ ഓടിച്ചിരുന്നു 5-6 മാസം. അന്ന് ഞാൻ പറഞ്ഞു 60,000 രൂപയ്ക്ക് ദുബായിൽ നിന്ന് കോഴിക്കോട് കേരളത്തിൽ കപ്പൽ വരാൻ പറ്റൂല. ഇപ്പൊ എന്തായി? നമ്മൾ കാര്യങ്ങൾ പഠിച്ചിട്ട് പറയണം. 3-4 വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്തുമ്പോൾ ഏതെങ്കിലും വിമാനത്തിന് സാങ്കേതിക പ്രശ്നം ഉണ്ടെങ്കിൽ അത് എവിടുന്ന് മെയിൻ്റനൻസ് ചെയ്യും? ബോംബെയിലാണ് ഉള്ളത് ഒരു സ്വകാര്യ മെയിൻ്റനൻസ് കമ്പനി, ബോംബെയിലാണ് ഉള്ളത്. ഈ വിമാനം കെട്ടി ട്രാൻസ്പോർട്ട് ചെയ്യണം ബോംബെയിലേക്ക്, അതിന് എത്ര എക്സ്പെൻസ് വരും? നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്യണം. ഒരു 10-20 വിമാനം സ്വന്തമായി വാങ്ങിച്ചിട്ട് അൽ ഹിന്ദിനോ കേരള എയർ ടീമിനോ സാധ്യമാണെങ്കിൽ അത് നല്ലതാണ്. അല്ലാണ്ട് വാടകയ്ക്കെടുത്ത് സർവീസ് നടത്തി ഇടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആവുക, ചിലപ്പോ ഡിലേ ആവുക, അപ്പൊ യാത്രക്കാർക്ക്. നമുക്കിതിനെക്കുറിച്ച് ശ്രീ നൂറുദ്ദീനോട് തന്നെ ചോദിക്കാം. ശ്രീ നൂറുദ്ദീൻ, അദ്ദേഹം പറഞ്ഞതുപോലെ വിമാന കമ്പനികൾ മിക്കവയും നഷ്ടത്തിലാണ്. ടാറ്റ പോലും ശ്രമിച്ചിട്ട് സാധിക്കാത്ത കാര്യമാണ്. എന്താണ് താങ്കളുടെ പ്രതീക്ഷ? വിമാന കമ്പനി തുടങ്ങേണ്ടവർ തുടങ്ങാത്തത് കൊണ്ടാണ് അതിൽ അത്രയും വലിയ തകർച്ചയിലേക്ക് പോകുന്നത്. ആധികാരികമായി ഈ രംഗത്ത് നിലയുറപ്പിക്കാൻ അർഹതയും അവകാശമുള്ള ആൾക്കാർ തന്നെ അത് തുടങ്ങണം. ഇപ്പൊ എന്റെ പ്രസ്ഥാനത്തെ കുറിച്ച് അൽ ഹിന്ദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അൽ ഹിന്ദ് 20,000 കോടിയുടെ ടേൺ ഓവർ ആയിരുന്നു കഴിഞ്ഞ വർഷം ഉള്ളത് എന്ന് നിങ്ങൾ തന്നെ ഇവിടെ എഴുതി കാണിക്കുന്നത് ഞാൻ കണ്ടു. ഈ 20,000 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്തെ പരശതം ജനങ്ങൾ അൽ ഹിന്ദിനെ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികം ദീർഘിപ്പിക്കുന്നില്ല. കോവിഡ് കാലത്ത് ഏതാണ്ട് 1000-ഓളം ചാർട്ടേഡ് സർവീസാണ് ഞങ്ങൾ നടത്തിയത്. കോവിഡ് കാലത്ത് ലോകത്തിന്റെ പല ഭാഗത്തും നിങ്ങൾക്കറിയാം എത്രയോ അകലം പാലിച്ചുകൊണ്ടാണ് ഒരു യാത്രക്കാരനും മറ്റൊരു യാത്രക്കാരനും ഇരിക്കേണ്ടത്. അത്രമാത്രം സാമ്പത്തിക നഷ്ടം സഹിച്ചുകൊണ്ട് 1000-ലേറെ സർവീസുകള് ലോകത്തിന്റെ പ്രത്യേകിച്ച് ഗൾഫിന്റെ പല ഭാഗത്തും നടത്തി നമ്മുടെ നാട്ടുകാരെ നാട്ടിലേക്കും ഇവിടുന്ന് അത്യാവശ്യമായി ജോലിക്ക് എത്തേണ്ടവരെ തിരിച്ചും അയച്ച ഒരു ചരിത്രമുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സിവിലൈസേഷനെ കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ജനങ്ങൾക്ക് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ആശയം ഞങ്ങൾ മുന്നിൽ വെക്കുമ്പോൾ പിന്നാലെ ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അൽ ഹിന്ദിന് ഒരു പ്രസ്ഥാനം ഒരു വിമാന സർവീസ് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് നല്ല രൂപത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇപ്പോൾ തന്നെ അൽ ഹിന്ദ് പല വിമാനങ്ങളുടെയും GSA ജനറൽ സർവീസ് ഏജൻസ് ആണ്. പിന്നെ നമ്മുടെ മുമ്പിലുള്ള നല്ല മാതൃക സൂചിപ്പിച്ചതുപോലെ മാതൃകയാണ്, നല്ല മാതൃകയാണ്, ഫ്ലൈ ദുബായ് മാതൃകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഒരു പരിധി വരെ നല്ല രൂപത്തിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു പല കമ്പനികൾ തകരാൻ കാരണം അവരുടെ വരുമാനത്തെ അവർ ഡൈവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ രംഗത്ത് നല്ല പരിചയ സമ്പന്നത അവർക്കില്ലാത്തത് കൊണ്ടോ ആണ് എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ ബഷീർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ, നാസർ നേരത്തെ പറഞ്ഞതുപോലെ, ഏറ്റവും വലിയ ബ്ലീഡിംഗ് ഉള്ള മറ്റു ബിസിനസ് പോലെ അത്ര എളുപ്പമല്ല. വളരെയധികം നമ്മുടെ മുമ്പിലെ ഒരുപാട് മാർഗ തടസ്സങ്ങൾ ഉണ്ട്. പക്ഷെ അതൊക്കെ അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് നമുക്കുണ്ടാവണം. അപ്പൊ അത് ഉണ്ടാകും. അതിന് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഞങ്ങൾ ഏറ്റവും വേഗത്തിൽ 20 വിമാനങ്ങളിലേക്ക് എത്തിച്ചേരുകയും ഏറ്റവും വേഗത്തിൽ ഇന്റർനാഷണൽ സർവീസ് ആരംഭിച്ചുകൊണ്ട് നമ്മുടെ ഗൾഫ് പ്രവാസികളെ, നമ്മുടെ സുഹൃത്തുക്കളെ ഏറ്റവും നല്ല ഒരു വിമാന നിരക്ക് അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത് അവർക്ക് ഏറ്റവും നല്ല സർവീസ് ലഭ്യമാക്കുക എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളെ വളരെ ശുഭപ്രതീക്ഷയിലാണ്. ആ ശുഭപ്രതീക്ഷയോടുകൂടി പോകുമ്പോൾ മറ്റ് ചെറിയ ചെറിയ നെഗറ്റീവായ കാര്യങ്ങളെ കുറിച്ച് നമ്മളിപ്പോൾ വല്ലാതെ ചിന്തിക്കുന്നില്ല. തീർച്ചയായും താങ്കളുടെ വളരെ പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡാണ്. താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ 3 ATR വിമാനങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഫ്ലീറ്റ് എങ്ങനെ വർദ്ധിപ്പിക്കാനാണ് പദ്ധതി, അല്ലെങ്കിൽ താങ്കളുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡ്രൈ ലീസ്, വെറ്റ് ലീസ് ഇതൊക്കെയാണ് ഇപ്പോൾ വിമാനങ്ങൾ കരസ്ഥമാക്കാനുള്ള വഴികൾ. ഇപ്പോൾ ATR എയർക്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കൊച്ചി ബേസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഞങ്ങൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സിയാൽ
അതായത് ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയൊക്കെ പങ്കാളിത്തമുള്ള സിയാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് നമുക്ക് ഇപ്പോൾ തന്നെ അവരുടെ സ്ഥലങ്ങളൊക്കെ അനുവദിച്ച് തന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യകാലങ്ങളിലുള്ള സർവീസുകൾക്ക് അവർ യാതൊരുവിധ ലാൻഡിങ്ങോ അല്ലെങ്കിൽ ടേക്ക് ഓഫ് കോസ്റ്റോ മറ്റു കാര്യങ്ങളോ റെന്റോ എന്ന് എടുക്കുന്നില്ല എന്നുള്ള തീരുമാനങ്ങളും വന്നു കഴിഞ്ഞു. അപ്പോൾ വളരെയധികം പിന്നെ നമ്മുടെ ഇൻവെസ്റ്റ് കേരളയിൽ നിങ്ങൾ അറിഞ്ഞു കാണും. ഈ ഇൻവെസ്റ്റ് കേരളയിൽ കേരളത്തിന്റെ ഏറ്റവും വലിയൊരു പദ്ധതി പ്രഖ്യാപിച്ച ഒരു കമ്പനിയാണ് അൽഹിന്ദ് എയർ. അവിടെ ഞങ്ങൾ 500 കോടി രൂപ ഈ വർഷം എയർലൈൻ രംഗത്തിന് നിക്ഷേപിക്കുമെന്ന് ഞങ്ങൾ അവിടെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനം നമ്മുടെ എല്ലാവിധ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതുമാണ്. അപ്പോൾ ഏറ്റവും വേഗത്തിൽ ഞങ്ങൾ വിമാനങ്ങൾ നേരത്തെ ബഷീർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ലീസിനെടുക്കാതെ സ്വന്തമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ലീസിനെടുക്കുമ്പോൾ നമുക്കത് വലിയ രൂപത്തിലുള്ള അമിതമായ ചിലവ് കാണേണ്ടി വരും. അത് പലപ്പോഴും നമുക്ക് അതൊരു ബ്രേക്ക് ഈവൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ പ്രയാസമായിരിക്കും. ആദ്യത്തെ 1-2 വർഷം നമുക്ക് ബ്രേക്ക് ഈവൻ ആവാൻ വഴിയില്ല എങ്കിലും 3-ാമത്തെ വർഷം മുതൽ ഇത് ബ്രേക്ക് ഈവനായി കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഗൾഫ് മേഖലയിൽ ഉൾപ്പെടെയുള്ള പല പ്രമുഖരും നമ്മളോട് ഇതിൽ സഹകരിക്കാൻ വേണ്ടി നമ്മളെ കൂടെ ഇതിന്റെ സഹകാരികളായി രംഗത്ത് വരാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. നിലവിലുള്ള എയർലൈനുകളിൽ നിന്ന് അൽഹിന്ദ് എയർ എങ്ങനെ വ്യത്യസ്തമാകും, പ്രത്യേകിച്ച് സേവനത്തിലും വില നിർണ്ണയത്തിലും മറ്റും? ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ടിക്കറ്റുകളുടെ ഓൺലൈൻ പോർട്ടലിൽ ഏറ്റവും വലുതാണ് അൽഹിന്ദിന്റെ പോർട്ടൽ ഓൺലൈൻ. അതുപോലെ തന്നെ അൽഹിന്ദിന്റെ വിവിധ മുൻപന്തി പേര് പറയാൻ നമ്മുടെ എത്രയോ കാലത്തെ മുടിചൂടാമന്നന്മാരായ പല കമ്പനികളെയും പിന്തള്ളിച്ച ഏറ്റവും വലിയ സംവിധാനമായി മാറി. ഇത് ജനങ്ങളെ ഞങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസം ഞങ്ങളുടെ ടിക്കറ്റിലെ വിലക്കുറവുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഒരു സേവന രംഗമാണ് ഹജ്ജ് രംഗത്ത് ഞങ്ങൾ ചെയ്യുന്നത്. ഹജ്ജ് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പല വർഷങ്ങളിലായിട്ട് ഹജ്ജിന് തീർത്ഥാടകർ ആദ്യം എത്തിച്ചേരേണ്ടത് മക്കയിലാണ്. മക്കയിലെ ഏറ്റവും വലിയ എക്സ്പെൻസീവായ ഹോട്ടലാണ് ക്ലോക്ക് ടവർ. ഞങ്ങളുടെ ആൾക്കാരെ മുഴുവൻ ഞങ്ങൾ ക്ലോക്ക് ടവറിലാണ് താമസിപ്പിക്കുന്നത്. അപ്പോൾ ക്ലോക്ക് ടവർ ഈ ഒരു റംസാൻ മാസത്തിന്റെ അവസാനത്തിലൊക്കെ ഒരു ദിവസത്തേക്ക് ഇന്ത്യൻ റുപ്പീസിൽ ഏതാണ്ട് 2-3 ലക്ഷം രൂപ ഒരു ദിവസത്തേക്ക് ചാർജ് ചെയ്യുന്ന ഹോട്ടലിലാണ്. ഏറ്റവും നിങ്ങൾക്ക് ബഷീർ സാഹിബൊക്കെ ഞങ്ങളുടെ നല്ലൊരു ക്രിട്ടിക്കാണ്, വളരെ നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളാണ്. അപ്പോൾ അവർക്കൊക്കെ അറിയാൻ കഴിയും മറ്റ് പ്രൈവറ്റ് ഹജ്ജ് സർവീസുകളെക്കാണോ വില കുറവും ഞങ്ങളതാണ്, എന്നാൽ ഏറ്റവും നല്ല സർവീസും ഞങ്ങളതാണ്. ഇത് ഞങ്ങൾക്ക് കഴിയുന്നത് ഞങ്ങളുടെ ഈ രംഗത്ത് ഞങ്ങളുടെ ഇത്രയും കാലത്തെ 30 വർഷത്തെ ഞങ്ങളുടെ പരിചയവും പാരമ്പര്യവും ഞങ്ങളുടെ ആത്മവിശ്വാസവും ഞങ്ങളിൽ ജനങ്ങൾ അർപ്പിക്കുന്ന അർപ്പണബോധവുമാണ്. മടങ്ങി വരാം. ശ്രീ നാസർ, നിലവിൽ ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾ നേരിടുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ്? ഇതിൽ ഏറ്റവും പ്രധാനം ഈ വിമാനയാത്ര തന്നെയാണ്. കാരണം മറ്റൊരു മാർഗമില്ല. കപ്പൽ സർവീസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബദൽ സംവിധാനം ഇല്ലാത്ത സാഹചര്യത്തിൽ ആളുകൾക്ക് നാട്ടിൽ തങ്ങളുടെ ഉറ്റവരെ ഇടയ്ക്കെങ്കിലും ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് വന്ന് കണ്ടു പോരണമെങ്കിൽ ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു വർഷത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ നീക്കിവെപ്പ് പൂർണ്ണമായി തന്നെ ഈ ടിക്കറ്റിന് വേണ്ടി ചെലവിടേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കാരണം മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ കുടുംബം കൂടെ ഇവിടെ ഒരുമിച്ച് ജീവിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇടത്തരം മലയാളി പ്രവാസികൾ മാറിയിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കത് വർഷത്തിൽ ഒരു തവണയെങ്കിലും ഒരു കുടുംബസമേതം ഒരു മിതമായ നിരക്കിൽ നാട്ടിൽ വന്നു പോകാൻ സാധിക്കുമെങ്കിൽ ആ ഓഫർ നൽകാൻ ഇപ്പൊ സാധിക്കുന്നു എന്നതാണ് ഒരുപക്ഷെ ഈ പുതിയ വിമാന കമ്പനികളെ അൽഹിന്ദ് ആവട്ടെ എയർ കേരള ആവട്ടെ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണാൻ ഈ സമൂഹത്തെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോ ഞാനിപ്പോ അടുത്ത ദിവസം ജോർജിയയിലേക്ക് യാത്ര ചെയ്തു. വിസയറിലാണ് പോയത്. 250 ദിർഹത്തിനാണ് സാധാരണഗതിയിൽ അവർ ഈടാക്കുന്നത്. 200-250 ദിർഹം, അതായത് 5000 രൂപക്ക് 4.5 മണിക്കൂർ യാത്ര ചെയ്യാനുള്ള സൗകര്യം വിസയർ പോലുള്ള സംവിധാനങ്ങൾ അത് അത്രയും ജനപ്രിയമായി ഗൾഫ് മേഖലയിൽ പോലും നിരക്ക് കുറഞ്ഞ ഏറ്റവും വ്യവസ്ഥാപിതമായിട്ട് ഏറ്റവും പ്രൊഫഷണൽ സ്വഭാവത്തിൽ കുറ്റമറ്റ രീതിയിൽ ഇത്തരം വിമാന കമ്പനികൾ നടക്കുന്നുവെങ്കിൽ എനിക്ക് നൂറുദ്ദീൻ പറഞ്ഞതിൽ വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഒരു 1-2 വർഷങ്ങൾ കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിലേക്കും ഇത്തരമൊരു വിമാന സർവീസ് വരികയാണെങ്കിൽ അതിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം, കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ ഇവരുടെ പൂർണ്ണ പിന്തുണ ഇത്തരം കമ്പനികൾക്ക്
സ്ഥാപനങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അസാധ്യമാകില്ല, അത് നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നിരാശ ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം പതിറ്റാണ്ടുകളായി പ്രവാസി സമൂഹം അവരുടെ വിലാപം തുടരുകയാണ്. ഇതിന് ഒരു പരിഹാരമായിട്ട് ഈ പുതിയ വിമാന കമ്പനികൾക്ക് മാറാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഉദാരമായിട്ടുള്ള ഒരു സമീപനം ഇത്തരം സ്ഥാപനങ്ങളോട് സ്വീകരിക്കണം എന്നതാണ് അനുബന്ധമായിട്ട് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. ശരി, ശ്രീ കെ എം ബഷീർ, താങ്കൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ വിമാന കമ്പനികൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ വ്യോമയാന മേഖല അഴിമതിയുടെ പറുദീസയാണ്. അഴിമതിയുടെ പറുദീസ. ഒരു പേപ്പർ കിട്ടണമെങ്കിൽ തന്നെ കോടിക്കണക്കിന് അവിടെ കൈക്കൂലി കൊടുക്കണം. പണ്ട് ഷാർജ ബേസ്ഡ് എയർലൈൻസിന് ഷാർജ ടു കാലിക്കറ്റ് പെർമിഷൻ കിട്ടാൻ നൂറുകണക്കിന് സ്വർണ്ണ നാണയങ്ങളാണ് മലയാളിയായ അതിന്റെ ഡെപ്യൂട്ടി സിഇഒ ഡൽഹിയിൽ എത്തിച്ചു കൊടുത്തത്. ഓഫീസ് ബോയ് മുതൽ ഹെഡ് വരെ കോടിക്കണക്കിന് തള്ളിമാർ. ആ സ്വഭാവത്തിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. ബൈലാറ്ററൽ അഗ്രിമെന്റ്, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കരാറ്, സീറ്റിന്റെ കരാറ്, അതിനെ ബൈലാറ്ററൽ അഗ്രിമെന്റ് എന്ന് പറയുന്നത്, അത് അപ്ഡേറ്റ് ചെയ്യാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ നയം വളരെ മോശമായി തന്നെ വാശിയോടുകൂടി തന്നെ നടക്കുന്നത്. കുവൈറ്റിൽ നിന്ന് ആ ചെറിയ എയർലൈൻസ്, ബജറ്റ് എയർലൈൻസ് അൽ ജസീറ കൊണ്ടുവരാൻ അവിടുത്തെ എയർലൈൻ കമ്പനി, അൽ ജസീറയുടെ കമ്പനിയും അവിടുത്തെ പ്രവാസികളും മലയാളികളും എല്ലാ സംഘടനകളും എത്ര കാലമായി പ്രവർത്തിക്കുന്നു. ഞങ്ങളും അതിനുവേണ്ടി മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ നയതന്ത്ര നീക്കം നടത്തി. എന്നിട്ടും മുമ്പത്തെ വ്യോമയാന വകുപ്പ് മന്ത്രിയും ഇപ്പോഴത്തെ വ്യോമയാന വകുപ്പ് മന്ത്രിയും അത് മാത്രം പറയേണ്ടതെന്ന് പറയുന്നത്. ബൈലാറ്ററൽ അഗ്രിമെന്റ് സുതാര്യമാക്കാൻ ഇന്ത്യ ഗവൺമെന്റ് മനസ്സ് കാണിക്കാത്ത കാലത്തെടുത്തോളം ഇന്ത്യയിൽ നിന്ന് ലോകത്തിന്റെ എവിടേക്കാണെങ്കിലും ഏത് കോണിലേക്കാണുള്ള വിമാനയാത്ര സുഖകരമായിരിക്കില്ല, അത് ദുഷ്കരമായിരിക്കും. അത്ര ഈസി ഓപ്പൺ സ്കൈ പോളിസിയുടെ ആ തത്വത്തിൽ കൂടെ നീക്കാൻ കഴിയില്ല. ഇന്ത്യ ഗവൺമെന്റ് പിടിവാശി അവസാനിപ്പിക്കണം. പിന്നെ വിമാന കമ്പനികൾ നടത്തിക്കൊണ്ടുപോകാൻ അതിജീവന ശേഷിയുള്ള പ്രസ്ഥാനത്തിന് കഴിയും. അതിജീവന ശേഷിയുള്ള പ്രസ്ഥാനം അതിജീവിക്കും. അതില്ലാത്തവർക്ക് കഴിയില്ല. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നൂറുദ്ദീൻ മുംബൈ കേന്ദ്രമായിട്ടുള്ള ഒരു പ്രഗത്ഭമായ ഒരു കമ്പനി, വളരെ പച്ചപിടിച്ചു വന്ന ഒരു വിമാന കമ്പനിയുടെ ഉയർന്ന പദവിയിൽ ഇരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ബോസ്, അദ്ദേഹത്തിന്റെ വിമാന കമ്പനി ഉടമ വെടിയേറ്റ് മരിച്ചു. അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതല്ലേ. അപ്പോ തോക്കിന്റെ മുൾമുനയിൽ അതിജീവിക്കാനുള്ള കപ്പാബിലിറ്റി ഉണ്ടായിരിക്കണം. ഇതുപോലുള്ള കേരള എയറും അല്ലിന്റൊക്കെ തുടങ്ങുമ്പോൾ അതിനുള്ള ശക്തി അവർക്ക് ഉണ്ടാവട്ടെ ഞാനെന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായും ഇത് അതിജീവിച്ച് പ്രവാസികളുടെ ഒരു ആശാനികേതനായി മാറാൻ അതിനുവേണ്ടി നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പ്രവാസികൾ ഇന്ത്യയുടെ സമ്പത്തിന്റെ ശക്തി പ്രവാസികളാണ്. ഞാനെപ്പോഴും പറയാ, പ്രവാസികളാണ് ഇന്ത്യയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യപരന്മാർ. നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്ക് സ്വാതന്ത്ര്യം നേടിക്കുന്നു. അല്ലാതെ സാമ്പത്തിക സ്വാതന്ത്ര്യം പ്രവാസികളുടെ എണ്ണമയമുള്ള റിയാൽ കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് വിദേശ നാണയമാണ് ഇന്ത്യന്റെ ശക്തിയും കരുത്തും. ലോകരാഷ്ട്രങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുട്ടുകുത്തിയപ്പോൾ ഇന്ത്യ പിടിച്ചിരുന്നത് പ്രവാസികളുടെ വിദേശ നാണയത്തിന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള പ്രവാസികൾക്ക് സബ്സിഡി കൊടുക്കാനോ എന്തെങ്കിലും ഇളവ് നൽകാനോ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. ഇത് കേന്ദ്രത്തിന്റെ പരിധിയിൽപ്പെട്ടതാണ്. എന്തിന് അതൊന്ന് സുതാര്യമാക്കാൻ പ്രവാസികളുടെ യാത്ര, വിദേശയാത്ര, അമേരിക്ക, UK, കാനഡ എന്നിവിടങ്ങളിലേക്ക് യാത്ര സുതാര്യമാക്കാനുള്ള ബൈലാറ്ററൽ അഗ്രിമെന്റ് സുതാര്യമാക്കാൻ പോലും നമ്മുടെ മന്ത്രിമാരോ കേന്ദ്ര സർക്കാരോ തയ്യാറാവുന്നില്ല. ഞാനൊരു അട്ടിമറി, ബൈലാറ്ററൽ അഗ്രിമെന്റിന്റെ അട്ടിമറി കൂടി സൂചിപ്പിക്കുകയാണ്. ഇന്ന് ലോകം അറിയാത്തൊരു സംഭവം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അൽ ജസീറ എയർലൈൻസിന് ബൈലാറ്ററൽ അഗ്രിമെന്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സീറ്റിന് വേണ്ടി അപേക്ഷ കൊടുത്തു. അത് അപ്രൂവ് ആക്കി. പക്ഷേ ഇതിലുള്ള ഒരു കാട്ടാളൻ എന്ത് ചെയ്തെന്നറിയോ? കൽക്കത്ത, ഏതാണ്ട് കാലിക്കറ്റ് എയർപോർട്ട് കൽക്കത്തയും ചെറിയ വ്യത്യാസമുണ്ട് കോഡിങ്ങിന്. കൽക്കത്തയിലേക്ക് മാറ്റി. അവിടെ വിമാനം 5, 10, 20 യാത്രക്കാരുമായി വരും. നേരെ അൽ ജസീറ കോഴിക്കോടേക്ക് വരാണെങ്കിൽ നിറയെ യാത്രക്കാർ. അങ്ങനെ പല ദുഷ്ടന്മാരും വ്യോമയാന മേഖലയിലുണ്ട്. അഴിമതി ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴുണ്ട്. അതിനാണ് ശക്തമായ അന്വേഷണവും NIA ഉപയോഗിച്ച് അത്തരം കള്ളന്മാരെ കീഴടക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ശരി, ശ്രീ നൂറുദ്ദീൻ അഹമ്മദ്, അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾക്കായുള്ള നിങ്ങളുടെ പദ്ധതികൾ എന്തൊക്കെയാണ്? അന്താരാഷ്ട്ര പ്രവർത്തനം ഞാൻ നേരത്തെ സൂചിച്ചതുപോലെ 2 രൂപത്തിലാണ് ഈ ലൈസൻസ് ലഭിക്കുന്നത്. അത് ഷെഡ്യൂൾ ലൈസൻസ് കിട്ടുന്നതോടു കൂടെ ആണ് നമുക്ക് അന്താരാഷ്ട്ര രംഗത്തേക്ക് പ്രവേശിക്കാൻ കഴിയുക. വ്യോമയാന രംഗത്തെക്കുറിച്ച് അന്താരാഷ്ട്ര മേഖലയിലേക്കുള്ള സർവീസുകൾ ആരംഭിക്കാൻ നാം ആദ്യം തന്നെ ആഭ്യന്തര സർവീസുകൾ നടത്തി നമ്മുടെ വിമാനത്തിന്റെ ഞങ്ങളുടെ ഫ്ലീറ്റ് അതായത് 20ലേക്ക് എത്തുന്നതോടുകൂടെ നമുക്ക് അന്താരാഷ്ട്രത്തിലേക്ക് പ്രവേശിക്കാം.
നേരത്തെ ഉണ്ടായിരുന്ന 5 വർഷം ഇവിടെ ഡൊമസ്റ്റിക് സർവീസ് ചെയ്ത് പ്രവർത്തന പരിചയം ആർജിച്ചതിന് ശേഷം മാത്രമേ ഇന്റർനാഷണൽ പോകാൻ പാടുള്ളൂ എന്നുള്ള നിയമം അത് ഗവൺമെന്റ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്, ലഘൂകരിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴാണോ നമ്മുടെ ഈ രംഗത്ത് നമുക്കൊരു വ്യക്തിമുദ്ര ഞങ്ങളുടെ ഇത് സൃഷ്ടിക്കാൻ കഴിയുന്നത്, അന്ന് മുതൽ നമുക്ക് 20 വിമാനങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടാകുന്ന ആ നിമിഷം മുതൽ തന്നെ നമ്മൾക്ക് അന്താരാഷ്ട്ര രംഗത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. അത് നമ്മൾ പോകേണ്ട രാജ്യങ്ങളുമായിട്ടുള്ള ബൈലാറ്ററൽ എഗ്രിമെന്റ്, ഒരുപാട് ഇവിടെ പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര ജോലികൾ അതിന്റെ പിറകിലുണ്ട്. എങ്കിലും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യസ്ഥാനങ്ങൾ? തീർച്ചയായിട്ടും നമ്മുടെ പ്രവാസി മലയാളികൾ, അതുപോലെ തന്നെ മധ്യേഷ്യ, ഈ രണ്ടാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഗൾഫ് രാഷ്ട്രങ്ങളും. സുഗമമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടി കേരളത്തിലെയും ഇന്ത്യയിലെയും മറ്റു വിമാനത്താവളങ്ങളുമായി അൽഹിന്ദ് എയർ എങ്ങനെ സഹകരിക്കുന്നു? അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചരിത്രം സൃഷ്ടിച്ച, ഏറ്റവും നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു എയർപോർട്ടാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. അത് നിയന്ത്രിക്കുന്നത് സിയാലാണ്. സിയാൽ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചുവപ്പ് പരവതാനി വിരിച്ചു തന്നിരിക്കുകയാണ്. വളരെയധികം പ്രതീക്ഷയോട് കൂടിയാണ് അവർ ഞങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സിയാലിന്റെ അകത്ത് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഓഫീസ് സൗകര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ആദ്യഘട്ടങ്ങളിൽ അതിനുവേണ്ടിയുള്ള എല്ലാവിധ സൗജന്യ നിരക്കും അവർ തരാമെന്ന് ഞങ്ങൾക്ക് വാക്കാലല്ല, നമ്മൾ തമ്മിലുള്ള ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിവിൽ ഏവിയേഷന്റെ രംഗത്ത് ഞങ്ങൾക്കിപ്പോൾ നല്ല സഹായമാണ് ലഭിക്കുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും, അതുപോലെയുള്ള നമ്മുടെ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെ അരികിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രംഗത്ത് ഒരുപാട് അപകടങ്ങളും ചതിക്കുഴികളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും ഇപ്പോൾ വ്യോമയാന രംഗത്ത് പ്രവർത്തിക്കുന്ന കേന്ദ്രമാണെങ്കിലും മറ്റുള്ള എയർപോർട്ടുകളാണെങ്കിലും മറ്റുള്ള ഏജൻസികളാണൊക്കെ നമുക്ക് ഇതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് വെച്ചാൽ ഇത് ഗവൺമെന്റിനും കൂടി അത്യാവശ്യമാണ്. നേരത്തെ നമ്മൾ 10 പേരെ കാണുമ്പോൾ അതിൽ വിമാനയാത്ര ചെയ്തത് ഒരാളോ 2 ആളോ ആയിരിക്കും. ഇന്ന് അത് വിമാനയാത്ര ചെയ്തവർ ഏതാണ്ട് 6 or 7 ആൾക്കാരായി മാറി. ലോകത്ത് ഏറ്റവും കൂടുതൽ ആഭ്യന്തര രംഗത്ത് വിമാന ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പിന്നെ നമ്മുടെ ജനസംഖ്യ നമുക്കറിയാമല്ലോ. അപ്പൊ നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മുടെ വിദേശത്തേക്കുള്ള സാധ്യതകൾ വളരെ അനന്തമാണ്. അത് എത്ര ഇനി ഞങ്ങൾ മാത്രമല്ല, ഇനി പലരും സർവീസ് ആരംഭിച്ചു കഴിഞ്ഞാൽ തന്നെയും നികത്താൻ കഴിയാത്ത അത്ര ഡിമാൻഡ് ഈ രംഗത്തുണ്ട്. അതിനനുസരിച്ചുള്ള സപ്ലൈ ആണ് ഇപ്പോൾ ഇല്ലാത്തത്. ആ സപ്ലൈയുടെയും ഡിമാൻഡിന്റെയും ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് അൽഹിന്ദ് പോലെയുള്ള കമ്പനികൾ ആഗ്രഹിക്കുന്നത്. ശരി, ശ്രീ MC നാസർ, ഇതുപോലുള്ള വ്യോമയാന സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ ഗൾഫ് ആസ്ഥാനമായുള്ള മലയാളി സംരംഭകർ എന്ത് പങ്കാണ് വഹിക്കുന്നത്? എനിക്ക് തോന്നുന്നു വളരെ ഒരു പോസിറ്റീവായി തന്നെയാണ് മിക്ക സംരംഭകരും ഇതിനെ നോക്കിക്കാണുന്നത്. കാരണം കൂടുതൽ പ്രവാസികളും അവരുടെ കുടുംബങ്ങളും ഇവിടെ വരുന്നത് ഇത്തരം സംരംഭങ്ങളെ, പ്രത്യേകിച്ച് റീറ്റെയിൽ ഉൾപ്പെടെയുള്ള പല മേഖലകളിലുള്ളവരെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടി താല്പര്യമുള്ളതാണ്. കാരണം ഗൾഫ് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒട്ടേറെ പ്രതികൂലതകൾ പല ഭാഗങ്ങളിലും ആഗോളതലത്തിലൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സമ്പദ്ഘടന വളരെ ശക്തമായിട്ട് നിലയുറപ്പിക്കുകയും അതിന്റെ ഭാവി പദ്ധതികൾ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ എയർ പോളിസി എന്നൊക്കെ നമ്മൾ പറയുന്ന ഓപ്പൺ സ്കൈ പോളിസിയൊക്കെ അതിന്റെ എല്ലാ തലങ്ങളിലും നടപ്പാക്കപ്പെടുന്ന രാജ്യങ്ങൾ കൂടി എന്നതിലേക്ക് ഇന്ത്യയൊക്കെ ഇപ്പോൾ കൈക്കൊള്ളുന്ന ഈ നിലപാടുകളിൽ ഈ കടുംപിടുത്തങ്ങളൊക്കെ ഒന്ന് ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായിട്ട് മാറുന്നതും ഇന്ത്യൻ സമൂഹമായിരിക്കും, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ആയിരിക്കും. അപ്പൊ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു നീക്കം, അതിനോട് ഗൾഫ് മലയാളി സമൂഹവും അതിന്റെ ഏറ്റവും ഭാഗമായിട്ടുള്ള സംരംഭകരായിട്ടുള്ള എല്ലാ ബിസിനസ് പ്രമുഖരും ഈ താല്പര്യപൂർവ്വം തന്നെയാണ് ഉറ്റുനോക്കുന്നത്. അവരൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് നേരത്തെ നൂറുദ്ദീനൊക്കെ സൂചിപ്പിച്ച പോലെ ആ പ്രതീക്ഷയിലേക്ക് ഇതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനം. എളുപ്പമല്ല, പക്ഷേ അതിന്റെ സാധ്യതകൾ വളരെ വലുതാണ്. അതിനെ ആ അർത്ഥത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ദക്ഷിണേന്ത്യയിൽ വളർന്നു വരുന്ന ഒരു വ്യോമയാന കേന്ദ്രം എന്നുള്ള നിലയിൽ കേരളത്തിന്റെ പങ്ക് എന്താണ്?
എന്നോടാണോ? അതെ അതെ, കേരളത്തിന് വലിയ പങ്കുണ്ട്. കാരണം നമുക്ക് അറിയാൻ സാധിക്കും, ചെറിയൊരു പ്രദേശം ആണെങ്കിൽ പോലും 3-3.5 കോടി ജനങ്ങളാണ് ഉള്ളത് എങ്കിൽ പോലും ഈ ഗൾഫ് മേഖല ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗത്തേക്ക് പറിച്ചു നടപ്പെട്ട ഏറ്റവും വലിയ ഒരു പ്രവാസി സമൂഹം, പ്രവാസികളായിട്ടുള്ള ഒരു സമൂഹമുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഇപ്പൊ ദേശീയപാത വികസനം ഒരു ഭാഗത്ത് നടക്കുന്നു. ആ അർത്ഥത്തിലുള്ള എന്തൊക്കെ മുരടിപ്പുകൾ ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ഒരുപാട് മുന്നേറ്റത്തിനുള്ള ഒരു വളരെ ശുഭകരമായിട്ടുള്ള ഒരു അവസ്ഥ കേരളത്തിലും. അതിനെ ഒരു സിനിക്കൽ കാഴ്ചപ്പാടിനപ്പുറത്ത് കുറെ കൂടി അതിനെ ക്രിയേറ്റീവായിട്ട് നമ്മൾ കാണുക എന്നുള്ളതാണ്. ആ താല്പര്യം മുൻനിർത്തിക്കൊണ്ടായിരിക്കാം ഇപ്പൊ 2 സ്വകാര്യ വിമാന കമ്പനികൾ അവർ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇനി അതിനെ തുടർച്ച എന്ന നിലയ്ക്ക് പിന്നെ ഈ വാഹന രംഗത്ത് മാത്രമല്ല, വിമാന രംഗത്തും കുറെ കൂടി കൂടുതൽ മുന്നേറ്റം കൈവരിക്കാൻ. കാരണം എയർപോർട്ടുകൾ 4 നമുക്കുണ്ട്. വളരെ ശക്തമായിട്ട് അതിനെ പ്രയോജനപ്പെടുത്താൻ കോഴിക്കോട് ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങൾ അനുഭവിക്കുന്ന പരിമിതികളെ മറികടന്നുകൊണ്ട് അതിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് നടക്കേണ്ടത്. അപ്പോൾ കേരളത്തിന്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഗൾഫിന്റെ സാധ്യതകളും വർദ്ധിച്ചു വരിക. രണ്ടിനെയും പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഏറ്റവും ശരി. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. കേരളത്തിൻ്റെ വ്യോമയാന മേഖലയ്ക്ക് ഈ 2 വിമാന കമ്പനികളുടെ തുടക്കം ഒരു സുപ്രധാന നാഴികക്കല്ലാണെന്നത് വ്യക്തമാണ്. ഈ വിമാന കമ്പനികൾക്ക് പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക മാത്രമല്ല, കേരളത്തിനും ലോകത്തിനും ഇടയിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്കും സാംസ്കാരിക വിനിമയത്തിനും സംഭാവന നൽകാൻ കഴിയും. ഇന്നത്തെ ചർച്ച പുതിയ എയർലൈനുകളുടെ അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പ്രേക്ഷകർക്ക് ഒരു ധാരണ നൽകിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള പുതിയ എയർലൈനുകൾക്ക് വിജയം ആശംസിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത നൂറുദ്ദീൻ എ അഹമ്മദ്, KM ബഷീർ, MCA നാസർ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.